ക്രിയേറ്റിംഗ്, എൻഹാൻസിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് സ്ലൈഡ്സ്. അത് സ്ലൈഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അത്? മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പവർ പോയിൻ്റ് എടുക്കുക, അതിൽ പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു വിൻഡോ വരും, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പറഞ്ഞത് അല്ലേ. അപ്പോൾ ഹോമിൽ ന്യൂ സ്ലൈഡ് എടുക്കാം. ഓപ്പൺ ചെയ്ത് വന്ന പവർ പോയിൻ്റ് ഓപ്പണായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോമിൽ ന്യൂ സ്ലൈഡ് എടുക്കാം. ന്യൂ സ്ലൈഡ് എടുത്താൽ ഒരു പുതിയ സ്ലൈഡ് വരും. അതിൽ നിന്ന് നമുക്ക് ലേഔട്ട് സെലക്ട് ചെയ്യാം. ലേഔട്ട് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു വിൻഡോ, അതായത് ഒരുപാട് ലേഔട്ട്സ് ഉണ്ട്. ടൈറ്റിലുള്ള സ്ലൈഡാണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ടൈറ്റിലും കണ്ടൻറ്റും കൂടെ ഉള്ളതാണോ, അല്ലെങ്കിൽ കമ്പാരിസന് പറ്റിയ രണ്ട് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്ത് വരുന്ന സ്ലൈഡാണോ, അങ്ങനെ എങ്ങനത്തെ ലേഔട്ടിൽ വരുന്ന, ഏത് ലേഔട്ടിൽ വരുന്ന സ്ലൈഡാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഈ ലേഔട്ട്സിൽ നോക്കി സെലക്ട് ചെയ്യാം. ഇതിലേത് ലേഔട്ടിൽ വരുന്ന സ്ലൈഡാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് ഒരു സ്ലൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെവിടെയാണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് കേഴ്സർ വെച്ച് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ കേഴ്സർ വെച്ച് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റിന് നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഹോം ടാബിൽ ഫോണ്ട് സൈസ് മാറ്റാനും ഫോണ്ട് ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അതായത് കാലിബ്രി വേണോ അല്ലെങ്കിൽ ടൈംസ് ന്യൂ റോമൻ വേണോ, അങ്ങനെ ഏത് ഫോണ്ടിൽ കിടക്കണം നമ്മുടെ ടെക്സ്റ്റ്, എത്ര സൈസിൽ വേണം, വലിയ സൈസ് ആക്കണോ ചെറിയ സൈസ് ആക്കണോ, ബോൾഡ് ആക്കണോ ഇറ്റാലിക്സ് ആക്കണോ അണ്ടർലൈൻ കൊടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹോം ടാബിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേർഡിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇനി നമുക്കറിയാം സ്ലൈഡിൽ കൂടുതലും പാരഗ്രാഫ് ആയിട്ടല്ല പോയിൻറ്റ്സ് ആയിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഈ സ്ലൈഡിൽ തന്നെ കണ്ടില്ലേ, 3 ഡോട്ട് കൊടുത്തിട്ട് 3 പോയിൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിനെയാണ് നമ്മൾ ബുള്ളറ്റ്സ് അല്ലെങ്കിൽ നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്, ബുള്ളറ്റഡ് ഓർ നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് വേണമെങ്കിൽ ബുള്ളറ്റോ അല്ലെങ്കിൽ നമ്പേഴ്സോ കൊടുത്തിട്ട് ചെയ്യാം. അതിന് ബുള്ളറ്റ്സ് ഓർ നമ്പറിങ് എന്നൊരു ഓപ്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അത് നമ്മുടെ സ്ലൈഡ്സിലെ കണ്ടൻറ്റിനെ ഇങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. ഇതാ ഈ ഒരു ഓപ്ഷൻ നോക്കൂ, ഈ ഒരു വിൻഡോ നോക്കൂ. ഹോമിൽ നമ്മൾ സ്ലൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ കേഴ്സർ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ടൈറ്റിൽ എന്നാണ്. ദെൻ ആ ടൈറ്റിൽ എന്നുള്ളത് കണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ചേഞ്ചസ് വരുത്തുകയാണ്. അതായത് ഫോണ്ട് മാറ്റണമെങ്കിൽ അതിൽ കണ്ടില്ലേ മുകളിൽ കാലിബ്രി അനിമേഷൻ്റെ താഴെയായിട്ട് കാലിബ്രീൻ്റെ നേരെ ഒരു ആരോ മാർക്ക് ഡൗൺ ആരോ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഫോണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ടൈംസ് ന്യൂ റോമൻ കാലിബ്രി അങ്ങനെ ഒരുപാട് ടൈപ്സ് ഫോണ്ട് ഉണ്ടായിരിക്കും. അത് ഏതാണോ വേണ്ടത് നമുക്ക് അത് സെലക്ട് ചെയ്യാം. അതുപോലെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ 66ൻ്റെ അടുത്തായിട്ടൊരു ആരോ കണ്ടില്ലേ, അത് സെലക്ട് ചെയ്യാം. അതുപോലെ ബോൾഡാക്കണോ ഇറ്റാലിക്സ് ആക്കണോ, അല്ലെങ്കിൽ നമ്മുടെ ടൈറ്റിലിന് കളർ കൊടുക്കണോ, നമ്മുടെ ടെക്സ്റ്റിന് കളർ കൊടുക്കണോ അത് ചെയ്യാം. അല്ലെങ്കിൽ അത് സ്മോൾ ലെറ്ററിലാക്കണോ അല്ലെങ്കിൽ ഫുൾ ക്യാപ്സിലാക്കണോ ക്യാപിറ്റൽ ലെറ്ററിലാക്കണോ, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ സ്ലൈഡിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ട ഓപ്ഷൻസാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താം. ദെൻ ഒരു പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്നത്, നമ്മൾ ടൈറ്റിൽ സ്ലൈഡ് കൊടുത്തു കഴിഞ്ഞു, ടൈറ്റിലൊക്കെ കൊടുത്തു, എന്താണ് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ പേര് അതൊക്കെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് വീണ്ടും ഒരു പുതിയ സ്ലൈഡും കൂടി വേണം. ഇനി ഒരു സ്ലൈഡും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിലെന്ത് ചെയ്യുക, സ്ലൈഡ് പെയിൻ ഉണ്ടല്ലോ, സ്ലൈഡ്സ് കാണിക്കുന്ന ആ ഒരു സൈഡിലായിട്ട് അല്ലെങ്കിൽ ചില വേർഷൻസിൽ താഴെയായിട്ടും കാണിക്കും. ഫോണിലൊക്കെ ആണെങ്കിൽ, ഫോണിൽ യൂസ് ചെയ്യുന്ന പവർ പോയിൻ്റ് ആണെങ്കിൽ താഴെയാണ് കൂടുതലായിട്ടും കാണിക്കാറ്. അപ്പോൾ അതിൽ നെക്സ്റ്റ് ഏത് സ്ലൈഡ് കഴിഞ്ഞിട്ടാണ് പുതിയ സ്ലൈഡ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളതിൽ ടൈറ്റിൽ സ്ലൈഡാണുള്ളതെങ്കിൽ ടൈറ്റിൽ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഹോമിൽ ന്യൂ സ്ലൈഡ് എടുത്താൽ മതി. അപ്പോൾ ടൈറ്റിൽ സ്ലൈഡ് കഴിഞ്ഞിട്ട് ഒരു സ്ലൈഡും കൂടെ അവിടെ ആഡായി വരും. ഓക്കെ,
ഹോം ടാബിൽ സ്ലൈഡ്സ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ. അത് ക്ലിക്ക് ചെയ്താൽ എന്ത് വരും? ഒരു പുതിയ സ്ലൈഡ് വരും. ഇതാ ന്യൂ സ്ലൈഡ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ? അത് ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ അങ്ങനെയല്ലാതെ ഇത് ഫോണിലെ പവർ പോയിൻ്റ് ആണ്. അതിൽ താഴെ കണ്ടില്ലേ നമ്മുടെ സ്ലൈഡുകളെല്ലാം 7, 8, 9, 10 അങ്ങനെ ഉള്ള സ്ലൈഡുകളെല്ലാം അവിടെ താഴെ കാണിക്കും. അപ്പോൾ 9ാമത്തെ സ്ലൈഡ് കഴിഞ്ഞിട്ട് എനിക്കൊരു പുതിയ സ്ലൈഡ് ആഡ് ചെയ്യണം. അതായത് 9നും 10നും 9ാമത്തെയും 10ാമത്തെയും സ്ലൈഡിൻ്റെ ഇടയിലായിട്ട് ഒരു പുതിയ സ്ലൈഡ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യും? 9ാമത്തെ സ്ലൈഡിൽ താഴെയുള്ള ആ റോയിൽ കാണിച്ചിട്ടുള്ള സ്ലൈഡ്സിൽ 9ാമത്തെ സ്ലൈഡിനൊന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്താൽ ആ 9 എന്നുള്ള ഇത് കാണിച്ചിട്ടുള്ളത് റെഡ് മാർക്കിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 9ാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ 10ൻ്റെ അടുത്തൊരു പ്ലസ് സിമ്പിൾ കണ്ടില്ലേ? ആ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ 9ൻ്റെയും 10ൻ്റെയും ഇടയിലായിട്ട് എന്ത് ചെയ്യും? ഒരു പുതിയ സ്ലൈഡ് ആഡ് ചെയ്ത് വരും. ഇനിയിപ്പോൾ 8ാമത്തെ അല്ലെങ്കിൽ 7ാമത്തെ സ്ലൈഡ് കഴിഞ്ഞിട്ട് 7നും 8നും ഇടയിലായിട്ട് ഒരു സ്ലൈഡ് വേണമെങ്കിലോ എന്ത് ചെയ്താൽ മതി? 7ാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, 7ാമത്തെ സ്ലൈഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു പുതിയ സ്ലൈഡ് അവിടെ ആഡ് ആവും. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് 9ാമത്തെ സ്ലൈഡ് വേണ്ട, ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇതേപോലെ തന്നെ 9ാമത്തെ സ്ലൈഡ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ മുകളിൽ ഓപ്ഷൻസ് വരും. ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ ആ സ്ലൈഡ് ഡിലീറ്റ് ആയി പോകും. ഓക്കെ. ഇനി നമ്മുടെ സ്ലൈഡിൽ നമുക്ക് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ചാർട്ട് ഒക്കെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. വിൻഡോൻ്റെ മുകളിലായിട്ട് ഫയലും ഹോമൊക്കെ കാണിച്ചിട്ടില്ലേ? അതുപോലെ ഇൻസേർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഇൻസേർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ പിക്ചറാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ പിക്ചർ, ഷേപ്പ്, ചാർട്ട് അങ്ങനെയെല്ലാം ആഡ് ചെയ്യാം. അല്ല നമുക്കിപ്പോൾ പിക്ചറാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പിക്ചറിനെ ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ഓപ്ഷൻ വരും. അതിൽ നിന്ന് നമ്മുടെ പിക്ചർ ഗാലറിയിൽ എവിടെയാണോ പിക്ചർ കിടക്കുന്നത് അവിടെ നിന്ന് ആ പിക്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിക്ചർ എന്ത് ചെയ്യും? നമ്മുടെ സ്ലൈഡിൽ വരും. സ്ലൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഷേപ്പ് അല്ലെങ്കിൽ ആർട്ട് എന്തെങ്കിലും ഒരു ചാർട്ട് ഒക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻസേർട്ടിൽ തന്നെ ഈ പിക്ചർ എന്ന ഓപ്ഷൻ കണ്ടതിന് അടുത്തായിട്ട് തന്നെ ഷേപ്സ്, ഐക്കൺസ്, സ്മാർട്ട് ആർട്ട്, ചാർട്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതിൽ നമുക്ക് ഏതാണോ ആഡ് ചെയ്യേണ്ടത്, ഷേപ്പാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഷേപ്പ് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഷേപ്സ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് വേണ്ട ഷേപ്സ് ഏതാണോ അത് സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഐക്കണും സ്മാർട്ട് ആർട്ടും ചാർട്ടും ഒക്കെ അതേപോലെ തന്നെയാണ്. നമുക്ക് ഏതാണോ വേണ്ടത് അതങ്ങോട്ട് സെലക്ട് ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ വിൻഡോ. ഇൻസേർട്ടിൽ കണ്ടോ പിക്ചർ എന്നൊരു ഓപ്ഷൻ കണ്ടോ? ഡിസൈനിന് താഴെയായിട്ട് ഇൻസേർട്ടിൻ്റെ തൊട്ടടുത്ത് ഡിസൈനിന് താഴെയായിട്ട് പിക്ചർ എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ? ആ പിക്ചർ സെലക്ട് ചെയ്ത് ബ്രൗസ് ചെയ്തെടുത്താൽ നമുക്ക് വേണ്ട പിക്ചർ ഏതാണോ അത് സ്ലൈഡിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ആനിമേഷൻ്റെ താഴെയായിട്ട് ഷേപ്സ് എന്നൊരു ഓപ്ഷൻ കണ്ടോ? ഷേപ്സിൽ ആ ആരോ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ഷേപ്സ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഐക്കൺ, സ്മാർട്ട് ആർട്ട്, ചാർട്ടൊക്കെ ഏത് ഡിസൈനിലുള്ള ചാർട്ട് വേണം എന്നുള്ളതൊക്കെ നമുക്കതൊന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ദെൻ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. സ്ലൈഡ്സിലെ കണ്ടൻറ്റിനെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ വരുന്നുണ്ട്. അതായത് പല രീതിയിൽ. ചിലതിൽ ഡോട്ടഡ് ആയിട്ട് ബ്ലാക്ക് ഡോട്ടായിട്ട് വരും, ചിലത് സ്റ്റാർ ആയിട്ട് വരും, ചിലത് ഡയമണ്ട് ഷേപ്പിൽ വരും. അങ്ങനെ ഡിഫറെൻറ്റ് സൈസിലും കളറിലും ഡിഫറെൻറ്റ് സ്റ്റൈൽസിലും ഒക്കെ ആയിട്ട് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് വരും. ചിലത് നമ്പറായിട്ടാവും വരിക, 1, 2, 3 അങ്ങനെ നമ്പേർഡ് ആയിട്ടായിരിക്കും ചില പോയിൻറ്റ്സ് വരിക. അപ്പോൾ നമുക്കതിൽ ഏതാണോ വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. ഇതാണ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്ങിൻ്റെ വിൻഡോ. അതിൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ വരുന്ന ബുള്ളറ്റ്സ് ഉണ്ട്. ചിലത് കണ്ടോ ടിക്ക് മാർക്കൊക്കെയാണ്, ചിലത് ഡയമണ്ട് ഷേപ്പാണ്, ചിലത് സ്ക്വയറാണ്, ചിലത് സർക്കിളാണ്, ചിലത് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഡോട്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ബുള്ളറ്റ്സ് വേണ്ട, റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്യണം, നമ്മൾ കൊടുത്ത പോയിൻറ്റ്സിന് പുതിയതായിട്ട് ഒരു ബുള്ളറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ബുള്ളറ്റ്സ് ഐക്കൺ ഫോർമാറ്റിംഗ് ടൂൾ ബാറിൽ നിന്ന് ബുള്ളറ്റ്സ് ഐക്കൺ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു വിൻഡോ വരും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി.
ഈ ബുള്ളറ്റ് സ്റ്റൈൽ മാറ്റണം എന്നുണ്ടെങ്കിലോ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് ക്ലിക്ക് ചെയ്യുക. ബുള്ളറ്റ് സ്റ്റൈൽ നമുക്ക് ഏത് ബുള്ളറ്റാണോ ഇപ്പോൾ കൊടുത്ത ബുള്ളറ്റ് വേണ്ട, വേറെ ഒന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് തന്നെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വിൻഡോ വരുമ്പോൾ നമുക്ക് വേണ്ട ബുള്ളറ്റ് ഏതാണോ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ബുള്ളറ്റ് എന്താവും, ചേഞ്ച് ചെയ്തിട്ട് വരും. ഇനി ബുള്ളറ്റിന് കൊടുത്ത കളർ ചേഞ്ച് ചെയ്യണം. അങ്ങനെയെങ്കിൽ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്ങിൻ്റെ അതേ വിൻഡോ തന്നെ എടുത്തിട്ട് അതിൽ കളറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ വിൻഡോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. താഴെ ഈ ബുള്ളറ്റ്സ് കൊടുത്തതിൻ്റെ താഴെയായിട്ടതാ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതിൻ്റെ അടുത്തൊരു ആരോ കണ്ടില്ല, ആ ആരോ ക്ലിക്ക് ചെയ്താൽ ഡിഫറെൻറ്റ് കളേഴ്സ് വരും. അതിലേത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്താൽ നമ്മുടെ ബുള്ളറ്റ്സിന് ആ ഒരു കളർ വരും. ഓക്കെ, എന്നിട്ട് ക്ലിക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണം. അതിനെന്ത് ചെയ്യുക, ഫോർമാറ്റ് മെനുവിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് വിൻഡോ വരും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ കളർ വേണ്ടത് അത് സെലക്ട് ചെയ്താൽ മതി. ആ റെഡ് കളറിൽ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് കാണിച്ചിട്ടില്ലേ, അതിൽ ആ ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്താൽ മതി. ഏത് കളറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്താൽ നമ്മുടെ സ്ലൈഡിന് ആ ഒരു കളറ് ബാക്ക്ഗ്രൗണ്ടിൽ വരും. ഇനി അതിൽ കൂടുതൽ ഓപ്ഷൻസ് വേണമെങ്കിൽ അതിൽ തന്നെ മോർ കളേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. കളേഴ്സ് വന്നതിൻ്റെ അടുത്തായിട്ട് മോർ കളേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ കളേഴ്സ് ഏതെങ്കിലും വേണമെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് സ്ലൈഡ്സിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്ലൈഡ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതും എൻഹാൻസ് ചെയ്യുന്നതും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഈ രീതിയിലൊക്കെയാണ്. ഇത് മാത്രമല്ല വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പവർ പോയിൻറ്റിൽ. ഓഫീസിൽ പഠിച്ച പോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ സ്ലൈഡിനെ ഫോർമാറ്റ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ.